നമസ്കാരം, ഞാൻ നിങ്ങളുടെ അരിപ്പുള്ളതാണ്. ഇന്ന് പുതിയൊരു ലുക്കിൽ വന്നിരിക്കണം കേട്ടോ. മുടി ഞാൻ ഇന്നും വെച്ചിട്ടുണ്ട്, കാരണം ഇന്നത്തെ ലുക്കിൽ മുടി വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്നും മുടി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ മുടി മാറ്റി ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. ഇത് ദീപാവലിയോട് അനുസരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ഫസ്റ്റ് ഞാൻ തന്നെ വരുമെന്ന് വിചാരിച്ചു. ബാക്കി യൂട്യൂബേഴ്സൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ വരാമെന്ന് വിചാരിച്ചു. എൻ്റെ കമ്മൽ എങ്ങനെയുണ്ട്, ഒരു മയിൽ ആണ്, മയിലിങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ടില്ലേ. പിന്നെ മാല സാധാരണ ഒരു മാലയാണ്. ഈ ഷോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഷോളാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് തന്നെയാണ്, ധാവണിയാണ്. ലഹങ്ക പോലെയൊക്കെ യൂസ് ചെയ്യാൻ. പിന്നെ ഇത് ഫ്രോക്കാക്കാം ഈ മെറ്റീരിയൽസ് വെച്ചത്. ഭയങ്കര കംഫർട്ടബിൾ ക്ലോത്താട്ടോ. ഒരു വെൽവെറ്റ് അല്ല, ഷിഫോൺ മെറ്റീരിയൽസ് വരുന്നതാണ്. എങ്കിലും ഞാൻ കോസ്റ്റ്യൂം കാണിച്ചില്ല, എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം കേട്ടോ. ഇന്നത്തെ പോലെ തന്നെ ഫോൺ കൈ പിടിച്ചിട്ട് വേണം സംസാരിക്കാം. അപ്പം ഇന്ന് എനിക്ക് എൻ്റെ ട്രൈപോഡ് കിട്ടി. പക്ഷേ ഇങ്ങനെ ഒത്തിരി അകന്ന് നിൽക്കുമ്പോൾ എന്നാ വെച്ചാൽ ഭയങ്കര സൗണ്ടായിരിക്കും, വണ്ടിയുടെ ബഹളമായിരിക്കും. കാണിച്ചിട്ടോ, ഫുള്ള് കാണുന്നില്ലേ? റീൽസ് ഞാനിടും. റീൽസ് ഇടുമ്പോൾ നിങ്ങൾ അതിനകത്ത് നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ, ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കട്ടെ. ഇങ്ങോട്ട് വെച്ചാൽ അയ്യോ അങ്ങറ്റം വരെ പോകണമല്ലോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്ര അകലെ പോയല്ല. ഇങ്ങനെയാണുള്ളത്. ബ്ലൗസ് വന്നിട്ട് ഒരു റെഡ് കളറാണ്, ഇതിവിടെ ഗോൾഡൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ പിന്നെ പവട നല്ല ഫ്ലെയർ ഉള്ളതാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6.5 മീറ്റർ ക്ലോത്ത് ഉണ്ട്. ഞാൻ കയ്യിലെടുത്ത് പിടിക്കട്ടെ. 6.5 മീറ്റർ ക്ലോത്താണ് ഓൾറെഡി ഉള്ളത്. കാരണം എന്നാ വെച്ചാൽ അത്രയും എനിക്ക് ഫ്ലെയർ വേണം എന്നുള്ളത് കൊണ്ടാട്ടോ ഞാൻ അത്രയും ഇതാക്കിയിട്ട് തയ്ച്ചത്. അപ്പോൾ മീറ്റർ കൂടുന്തോറും ഫ്ലെയർ ഭയങ്കരമായിട്ട് കൂടും, ഭയങ്കര റൗണ്ടിൽ കിട്ടും നമുക്ക്. ഒരു മിനിറ്റ്, ഇത് വെച്ച് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഓ, അത് മറ്റേ സ്റ്റിക്കായിരുന്നു കേട്ടോ നല്ലത്. ഇതിൽ പറ്റില്ല, ഇതിൽ ഫുള്ള് കാണാൻ പറ്റില്ല. അയ്യോ, അപ്പു വരുവാണെങ്കിൽ, ഇന്നലെ ഞാൻ പറഞ്ഞു അപ്പു വരുവാണെങ്കിൽ അപ്പൂനെ കൊണ്ട് എടുപ്പിക്കാമെന്ന്. അപ്പു വരുവാണെങ്കിൽ അപ്പൂനെ കൊണ്ട് എടുപ്പിക്കാം, അതാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നോക്കട്ടെ, ഒരു വീഡിയോ എങ്കിലും എടുത്തി. പക്ഷെ അവൻ വന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യണ്ട. ഇപ്പോൾ സമയം എന്താ, ഇത്ര സമയമല്ലേ ഉള്ളൂ. അവൻ എനിക്ക് 5:30-6 മണിയാവും വരുമ്പോൾ. അല്ലേ പിന്നെ ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്യാനില്ല. ഞാൻ പിന്നെ വിചാരിച്ചു വയ്യാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം വീഡിയോ ചെയ്യാൻ റെഡിയായി ഇരുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇന്ന് പുതിയൊരു വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സന്തോഷം എന്താണോ ആ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഹെൽത്ത് വൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ എന്നാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുക കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ വളയൊക്കെ ഓണസമയത്ത് ഉണ്ടായിരുന്ന സമയത്ത് നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാനൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇട്ടില്ല. എന്നെ ഈ ഡ്രസ്സിൽ നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടല്ലോ. ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ എന്നെ ഈ ഡ്രസ്സിൽ നിങ്ങൾ കാണുന്നത്. കാരണം ഞാൻ ഇടലില്ല, കാരണം എൻ്റെ ജോബ് വെച്ചിട്ട് എനിക്ക് ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ചൂടുമാണ്. അയ്യോ, നമുക്ക് റൂമിൽ പോയിട്ട് സംസാരിക്കാം. കറണ്ട് ഇല്ല ഗൈസ്, ഞാൻ റൂമിൽ പോകാമെന്ന് വിചാരിച്ചു, കറണ്ട് ഇല്ല. പിന്നെ വെട്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഡോ പോർഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഊഞ്ഞാലിട്ട് ഇതിനകത്തൊരു ബ്ലാക്ക് കളറാട്ടോ, പക്ഷെ അത് വാഷിങ്ങിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഇത് വേറൊരു ചൂരലിൻ്റെ ഒരു കുഞ്ഞതില്ലേ ഒരാൾക്കിരിക്കാൻ പാകത്തിന്, അങ്ങനത്തെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതിൻ്റെ കുഷ്യനെടുത്ത് ഇങ്ങോട്ട് ഇട്ടാണ് തൽക്കാലത്തേക്ക്. എല്ലാവർക്കും ലെഹങ്ക ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് എൻ്റെ ലെഹങ്ക? ഈ ഊഞ്ഞാൽ കുറേ വർഷമായിട്ടോ, അപ്പോൾ കുറേ അധികം വർഷമായിട്ടുണ്ടാവും ഊഞ്ഞാലുണ്ടായിട്ട്. ഈ ഊഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ, എൻ്റെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, വേറെ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളിത് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു സെക്കൻഡ് സാധനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാറില്ല, ഞങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്നാൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ പോകും. എന്തായാലും നമ്മുടെ വീട്ടിൽ എന്തായാലും സ്ഥലമുണ്ട് ഇടാനായിട്ട്, അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. ചൂട്, ഞാൻ പോയിട്ട് അങ്ങ് മാറിയിട്ടാലോ. ഞാൻ ആ ചെക്കൻ വന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തു, നല്ല കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എടുക്കാൻ പറ്റില്ല, വെട്ടവും ഇല്ല, ചെക്കനോട്ട് വന്നിട്ടുമില്ല, വെയിലത്ത് മേലെ പോകാനും മതി. കണ്ണാനക്കണ്ണീ, ഈ ലോകത്ത് ഞാൻ തനിച്ചാണ് മക്കളെ. അവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാം. കുറേ നേരം ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ സമയം ലേറ്റ് ആവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഭക്ഷണമെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും, പിന്നെ കുളിയെല്ലാം കഴിയുമ്പോഴത്തേക്കും
ഏകദേശം സമയവും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്നാൽ ഇന്ന് നല്ല ചുമയുണ്ടായിരുന്നു. പിന്നെ സിറപ്പൊക്കെ കുടിച്ച് ഓക്കെ ആയപ്പോഴാണ് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ കണ്ടിന്യൂ ചുമയായിരുന്നു. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് റെഡിയായി. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് മെൻ്റലി നമ്മൾ ഭയങ്കര ഓക്കെ ആവും. ഒരു തെറാപ്പി കൂടി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ ഗാർഡൻ തെറാപ്പി എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മൈൻഡ് തെറാപ്പിയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടല്ലോ. എൻ്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട്. പക്ഷേ എങ്കിൽ എന്നാന്ന് വെച്ചാൽ ആ പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ സോൾവ് ചെയ്ത് നമ്മൾ തന്നെ അത് പരിപാലിച്ച് നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാകും. അല്ലാതെ ആരും നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനോ നമുക്കുള്ള സന്തോഷം കണ്ടെത്താനോ ആരും ശ്രമിക്കത്തില്ല, ആരും ചെയ്യത്തുമില്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യം. ഇതാണ് ഇപ്പോഴത്തെ ലോകം. പണ്ടത്തെ കാലത്ത് എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ പാകത്തിന് അയൽവക്കെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണമായിരുന്നു. എന്നുവെച്ചാൽ പണ്ടത്തെ കാലത്ത് എന്താ പറയുക, എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറയാം, ഞങ്ങളുടെയൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം കൂടി വന്നിട്ട് ഒരു റബ്ബർത്തോട്ടമുണ്ട്, അവിടെ വന്ന് കളിക്കാൻ കൂടും. അല്ലെങ്കിൽ മണ്ണാരം തുരുത്തെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വന്നിട്ട് കളിക്കാൻ കൂടും. അപ്പോൾ പിള്ളേരെല്ലാം അങ്ങനെയാണ്. ഈ അമ്മമാരെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ ഈ മിക്കവരും ജോലി അധികം പോവാത്തവർ, ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത്, ഞങ്ങളുടെ അവിടെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, അമ്പലമുണ്ട്. അപ്പം പള്ളിയിൽ പോകേണ്ടവർ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകേണ്ടവർ അമ്പലത്തിൽ പോകും. അങ്ങനത്തെ. പിന്നെ ഞായറാഴ്ച ദിവസം എന്നാന്ന് വെച്ചാൽ എല്ലാവരും ആ ഒരു ഏരിയയിലുള്ള എല്ലാവരും കൂടെ ഒത്തുകൂടി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കും. അതുപോലെ തന്നെ അവരുടെ ഫുഡ് നമുക്ക് തരും. ഓണമാകുമ്പോൾ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മാത്രമല്ല ഉണ്ടാക്കുക, നമ്മളെല്ലാവർക്കും കൊടുക്കാൻ കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അങ്ങനെയായിരുന്നു. ഒരു ചുമ വന്നപ്പോൾ ഗ്യാപ്പ് എടുക്കാൻ പോയോ. അപ്പോൾ ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും അച്ഛൻ അമ്മ മക്കൾ ആരും ആവട്ടെ എല്ലാവരും ഫോണിനകത്താണ്. ഇപ്പോഴത്തെ കാലഘട്ടം ആവട്ടെ അച്ഛനും അമ്മയും എല്ലാവരും ഫോണിനകത്താണ്. കാരണം അവർക്ക് അവരുടേതായ ലോകം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുന്നത്. പണ്ട് ഫോണും കാര്യങ്ങളില്ല, എവിടെ ഏതെങ്കിലും ഒരു വീട്ടിലൊരു ഫോൺ ഉണ്ടാവും, നമ്മളത് ആവശ്യത്തിന് യൂസ് ചെയ്യുമെന്നല്ലാതെ കത്തുകളുടെ കാലമായിരുന്നു. ഇന്ന് പക്ഷേ ടെക്നിക്കലി കുറേ അധികം വളർന്നിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. മാറ്റങ്ങൾ ഒരുപാട് നല്ലതാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയത്. കാരണം മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി എല്ലാം ഈസിബിൾ ആവുന്ന രീതിയിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ കൂടി ഞാൻ പറയുന്നത് എന്നാ വെച്ചാൽ നമ്മൾ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു, കൂട്ടുകാർ തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നു തുടങ്ങി. അങ്ങനെ ഒരാൾക്ക് ഒരാളെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര പോലും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് സ്വന്തം ഫോണിനകത്ത് മാത്രം ജീവിക്കുന്ന ലോകമാണ് ഇന്നിവിടെ ഉള്ളത്. എനിക്ക് താല്പര്യമില്ല കേട്ടോ ഫോണിനകത്ത് അധികം നേരം. ഞാൻ ഫോണിനകത്ത് ഇരിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം എന്നോട് നിങ്ങൾ ചോദിക്കുമല്ലോ അനു ഫോണിനകത്ത്, ഞാൻ ഇരിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സാണ്. എൻ്റെ ഫോൺ മുഖേന എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന കാര്യം ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യും. എന്നാന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ എൻ്റെ കൂടെ വന്നവർക്കറിയാം എനിക്ക് എത്ര കോൾസ് വരുന്നുണ്ടെന്നൊരു ദിവസം. ഈ കോൾസ് എല്ലാം ഒന്നുകിൽ എൻക്വയറീസ് അല്ലെങ്കിൽ ക്ലയൻസോ ആരെങ്കിലും, പക്ഷേ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ കോളുകളെല്ലാം തിരിച്ച് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കാൻ ശ്രമിക്കാറുള്ളൂ. ഇമ്പോർട്ടൻറ്റ് കോൾസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ കൂടെ അവർ വരുന്നത് എന്തിനാ, ഒരു സന്തോഷത്തിന് വേണ്ടി വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ ഫോണിൽ കയറി ഇരുന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവർ വരുമ്പോൾ മാക്സിമം ഞാൻ ഫോൺ മാറ്റി വയ്ക്കും. കാരണം ഫോൺ മാറ്റി വയ്ക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആ ഫോൺ കോൾസൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരാൾക്ക് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ആ ആൾക്ക് വേണം വാല്യൂ കൊടുക്കാനായിട്ട്. ആളെ വിളിച്ച് വരുത്തുമ്പോൾ
ഒരാളുടെ കൂടെ ഞാൻ പുറത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ബിസി ആയി പോവുകയല്ല വേണ്ട. ബിസി ആവേണ്ടെന്നല്ല ഞാൻ പറയണം. ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ ബാക്കി നമ്മൾ ഉള്ള കോഴ്സ് കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ട് ചെയ്യുക. കാരണം അവർക്കും മടുപ്പ് തോന്നരുത്, നമുക്കും മടുപ്പ് തോന്നരുത്. ഞാൻ പുറത്ത് പോകുമ്പോൾ എന്നാ വെച്ചാൽ എന്നെ ഒരുപാട് പേര് പുറത്ത് പോകാൻ വിളിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ ആ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആ ഷോപ്പിങ്ങിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ്. മനസ്സിലായി? അവരെ കൂടെ നിന്നിട്ട് അല്ല അത് നല്ല ഇതല്ല, അല്ല നമുക്ക് അങ്ങനെ നോക്കിയാൽ ഇങ്ങനെയൊക്കെ നമുക്ക് അവിടെ പോയി ഇവിടെ ഞാൻ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഷോപ്പിങ്ങിന് എന്നെ വിളിക്കുന്ന ആൾക്കാർ കൂടുതലാണ് കേട്ടോ. പിന്നെ ഞാൻ പറയും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നല്ലതാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നല്ലതാണ്, അല്ല അത് ചെയ്തതല്ല, അല്ല ആ കളർ എടുത്താൽ ഇങ്ങനെയാണ്, അങ്ങനെ സജഷൻസ് വരും. അതായത് നല്ലതാണ് ഞാൻ പറയുക, ചീത്തയാണെങ്കിൽ ഞാൻ ചീത്താന്ന് തന്നെ പറയും. ഉള്ള കാര്യമാണ്, ഉള്ള കാര്യം ഉള്ള പോലെ ഞാൻ പറയുന്ന ഒരാളാണ്. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും പറയണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിരുന്ന് പറയുന്നതാട്ടോ വേറൊന്നുമുണ്ടല്ലോ. ഇഷ്ടമായാൽ അത് ഞാൻ ഒരിക്കലും പറയാറില്ല എന്നുള്ളതാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സ്വാഗതം. എൻ്റെ പേരാണ്. ഞാൻ എറണാകുളം സ്വദേശിനിയാണ്. ഇവിടെ ബിസിനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതെൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതായത് മോൻ 5th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ 10th കേട്ടോ ഉള്ളത്. അപ്പോൾ അന്ന് യൂട്യൂബ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഹാക്കായി പോയിരുന്നു. പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ വീഡിയോസ് അതിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം കാരണം അതൊക്കെ അവൻ്റെ കുഞ്ഞിലെ മുതലുള്ള വീഡിയോസ് അല്ലേ. ഇതിപ്പോൾ പുതിയത് നമ്മൾ തുടങ്ങിയിട്ട് പോലും ഞാൻ ഇതിനകത്ത് വീഡിയോസ് ഒന്നും ഇടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3ാമത്തെ വർഷമാണ്, 4ാമത്തെ വർഷം ആവാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിൽ നമ്മൾ ഇതങ്ങ് വിട്ടുപോയത് മാത്രമല്ല, അത് ഓടിയിട്ട് പിന്നെ ഉറങ്ങാനുള്ള സമയം പോലേ ഞാൻ വിചാരിച്ചിട്ട് അയ്യോ എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്ന്. ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങുക. അത് നമ്മളൊരു സാധനത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാലോ നമുക്കത് കയ്യിലെത്തുന്ന വരെ നമ്മുടെ ഉറക്കം വരില്ല എന്നുള്ളത്. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഒന്ന് പറയണം കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, എനിക്ക് ആ കാര്യം ചെയ്ത് തീർത്താൽ മാത്രം എനിക്ക് സമാധാനം ഉറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ പിന്നെ ആദ്യമൊക്കെ ബിസിനസ്സിൽ ഞാൻ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബിസിനസ് അല്ലേ, അധികം സ്റ്റാഫിനൊന്നും വെക്കാനുള്ള സാമ്പത്തിക ശേഷി പാവം പിടിച്ച് തന്നെയില്ല. പിന്നെ എനിക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ വലിയ സ്വത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ ഏൺ ചെയ്തിട്ട് വേണം എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരാളെ വെച്ചു, പിന്നെ 2 ആളെ വെച്ചു. അങ്ങനെ കൂട്ടി എണ്ണം കൂട്ടി വന്നു. പക്ഷെ ചില വർക്കേഴ്സ് വർക്ക് എടുക്കില്ല കേട്ടോ. അവർ വന്നാലും ഒരു ദിവസമൊക്കെ ഞാൻ വർക്കിന് നിർത്തും, പിന്നെ ഞാൻ വരണ്ടെന്ന് ഞാൻ പറയും. കാരണം വർക്ക് ചെയ്യാതെ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീർക്കാന്നുള്ളതാണ് നമ്മുടെ എയിം. ആ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ലാത്ത ഒരാളെ ഞാൻ നിർത്തിയിട്ട് കാര്യമില്ല. എനിക്ക് അവിടെ നഷ്ടമാണ്, കസ്റ്റമറും അത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരോ ഡിസ്ലൈക്ക് ചെയ്തേക്കണം. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അപ്പോഴേ ഇഗ്നോർ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്ത ആ വ്യക്തികൾ, അല്ല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത ചാനലുകൾ, അല്ല ഇഷ്ടപ്പെടാത്ത വീഡിയോസ്, അതെല്ലാം ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. എൻ്റെ പേഴ്സണലായ കാര്യങ്ങളിലേക്ക് വരുന്നത് മാത്രമാണ് ഞാൻ എതിർത്ത് നിൽക്കുക. അതല്ലാത്തൊരു കാര്യത്തിന് ഞാൻ നിൽക്കില്ല. കാരണം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് അത് എൻ്റെത് മാത്രമാണ്, എൻ്റെ സ്വന്തമാണ്. അതിലേക്ക് എൻ്റെ ഫാമിലിയിലേക്ക് ഞാൻ വേറെ ആരെയും ഒരു കാര്യത്തിലും ഇടപെടിക്കാൻ ഞാൻ നോക്കുന്നില്ല. കാരണം പ്രൈവസി, ഇപ്പം എല്ലാവരും പറയും പ്രൈവസി എന്നുള്ളൊരു കാര്യം. കാരണം എൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് പ്രൈവസിയാണ്, പേഴ്സണലാണ്. അത് ഞാൻ പബ്ലിക്കിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എല്ലാവർക്കും അതെ, എല്ലാ ഫാമിലിക്കും അതെ. പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അത് അവർ പറയണമെന്നില്ല. അത് പറയുന്നില്ല എന്ന് കരുതിയിട്ട് അവർക്ക് സത്യസന്ധത അല്ല എന്നുള്ളതല്ല. അത് അവരുടെ മാത്രം ചോയ്സാണ്, വേണോ വേണ്ടയോ എന്നുള്ളത് അല്ലേ. എല്ലാവരുടെയും ചോയ്സല്ലേ. ഇപ്പം നിങ്ങളുടെ ഇപ്പം വീട്ടിൽ മാക്സിമം ജനാലയെ കൂടി വേറൊരാൾ നമ്മുടെ ജനാലയുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ട് നോക്കാൻ അവൻ സമ്മതിക്കത്തില്ല. കാരണം എന്താ പറയുക, അവന് ഇഷ്ടമല്ല, നോക്കണ്ടാന്നേ. അതുപോലെ തന്നെ ഞാൻ വേറൊരാളുടെ, ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് വീടുണ്ട്, അവിടെ ജനാലുണ്ട്. എത്രയാണെങ്കിലും ഞാനത് തുറന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കില്ല. എൻ്റെ നോട്ടം പോകത്തില്ല. കാരണം മറ്റൊരാളുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, അല്ലെ മറ്റൊരിടത്ത് എന്താണ് നടക്കുന്നത്, മറ്റൊരാൾ എന്താണ് ചെയ്യണമെന്ന്
നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം നമ്മളത് നോക്കിയിട്ടല്ല ജീവിക്കേണ്ടത്, നമ്മളെ നോക്കിയിട്ടാണ് ജീവിക്കേണ്ടത്. നമ്മളെന്താണ്, നമ്മളെങ്ങനെയാവണം, നമ്മളെന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടി. മറ്റുള്ളവരെന്താ ചെയ്യുന്നത്, അല്ല അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അതൊക്കെ ഒരുമാതിരി എന്താ പറയുക, ചീപ്പ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളെന്താ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുക, അത്ര തന്നെ. ഈ ജോലി ചെയ്യാൻ കഴിവില്ലാണ്ട് വരുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടേതായ ആൾക്കാരുടെ അടുത്ത് പറയാം, എനിക്ക് ഇങ്ങനെയാണ് ഒരു കാര്യം എന്ന് പറയാം. അല്ലാതെ കള്ളത്തരം കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കാൻ പറഞ്ഞാൽ അതൊരിക്കലും നിലനിൽക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ സ്നേഹിക്കുക, അവർക്ക് വേണ്ട കെയർ കൊടുക്കുക. ഒരു വീടുമായി ബന്ധപ്പെട്ട ഒരു വീട് എന്നുള്ളത് അത് വാടക വീടായിട്ട് സ്വന്തം വീടായിക്കോട്ടെ, എന്തായാലും ആ വീട് എന്നുള്ളത് ഒരു ലോകമാണ്. ആ ലോകത്ത് നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ലോകത്തുള്ളവർക്ക് നമ്മൾ ഇടം കൊടുക്കുക, ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, ടൈം കൊടുക്കുക. അപ്പം ഞാനൊരു കാര്യം എന്നാ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കൈ കൊണ്ട് മറിഞ്ഞു, സോറി ഗൈസ്, തല വെക്കട്ടെ. അപ്പോൾ ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഇതിനകത്ത് പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അത് തിളപ്പിച്ച് വെച്ച് വയ്ക്കും, അപ്പോൾ നമുക്ക് ഉണ്ടാവാം. പിന്നെ ഇതെന്നതാണെന്ന് പറയും, ഇത് കൊഴുവ അച്ചാറിട്ട് വെച്ചതാ. കൊഴുവ അച്ചാറിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങളിടും കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ ആന്ധ്രയിലായിരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല മീൻ കിട്ടത്തില്ല. നല്ല മീൻ കിട്ടാണ്ടാവും, ഞങ്ങൾ ഇവിടെ നിന്ന് കൊഴുവ മേടിച്ചിട്ടോ, കൊഴുവ മേടിച്ച് അച്ചാറിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഇരിക്കും. പിന്നെ ഇത് രസം കഴിഞ്ഞു, അത് ഞാൻ കുറച്ച് എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു, ചുമയൊക്കെ അല്ലേ, അപ്പം അത് കാരണം. ഇത് മറ്റേ കുമ്പളങ്ങയില്ലേ, കുമ്പളങ്ങ എന്താണ് വെളുത്ത ഒരു സാധനം, എനിക്കറിയാം പേര് മറന്നുപോയി, ആ സാധനമാണ്. പിന്നെ എൻ്റെ കിച്ചണിൽ ഞാൻ ചെറിയൊരു ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഇത്രയേ ഉള്ളൂ, വേറെ ചെടിയൊന്നും ആയിട്ടില്ല. കാരണം വലിയ വലിയ ചെടികൾ വെക്കാൻ പാകത്തിനുള്ള ചട്ടികൾ. അവിടെ ഒരു കർട്ടൻ ഇടണം. എൻ്റെ ഇവിടെ ഈ ജനാലയിലൊക്കെ കർട്ടൻ ഇടാനുള്ളത്, അതായത് ലൈറ്റ് കണ്ടോ, കറണ്ട് വന്നു. അപ്പോൾ കർട്ടൻ ഇടാനുള്ള, കാരണം വെച്ചാൽ കർട്ടൻ ഇടാനുള്ള ആൾ ഇതുവരെ വന്നിട്ടില്ല. നമുക്കിവിടെ എറണാകുളത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രീഷ്യനെ കിട്ടായികയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് മെയിൻ പ്രശ്നം. കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ അവന്മാർ പറയണ പൈസ കൊടുക്കുന്നതിനല്ല, ചിലപ്പോൾ 2 കർട്ടനൊക്കെ ഇടാനുണ്ടാവുള്ളൂ. പക്ഷെ എന്താ, അവർക്ക് കൊടുക്കേണ്ട പൈസ അത്രയും വലിയ എമൗണ്ട് പൈസ കൊടുക്കണം. സത്യം പറഞ്ഞാൽ അപ്പു എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ ഡ്രില്ലിങ് മെഷീൻ എടുക്കാം, എന്നിട്ട് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അവൻ ചെയ്യൂട്ടോ, അവൻ അത്യാവശ്യം ഡ്രില്ലിങ്ങും കാര്യങ്ങളും പണികളും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. കാരണം അവനെ സംബന്ധിച്ച് അപ്പു എല്ലാ ജോലികളും ചെയ്യും, അവന് ഇഷ്ടമാണ് എല്ലാ ജോലികളും. പിന്നെ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അവൻ്റെ അടുത്ത് ഇന്ന ജോലിയെ ചെയ്യാവുള്ളൂ, അല്ല അങ്ങനെയൊന്നുമില്ല. അവന് പറ്റുന്ന, അതായത് നമ്മുടെ മക്കൾക്ക് പറ്റുന്ന ഏത് ജോലിയും അവർക്ക് ചെയ്യാനാവും, എല്ലാവർക്കും ചെയ്യാം. അപ്പം ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളതൊന്നുമല്ല, ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും എല്ലാ ജോലികളും ചെയ്യാം. വീട്ടിൽ എല്ലാവരും ഈക്വലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, കുറേ ആയെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ റീൽസും കാര്യങ്ങളുമായിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫുൾ കാണിക്കാം. അപ്പോൾ വരാറായെന്ന് ചോദിച്ചാൽ ഇല്ല, ഇന്ന് റെമഡി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും 5:30 ആകുമ്പോഴത്തേക്ക് ക്ലാസ് കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയുമായി നടക്കണം. ബൈ, ടേക്ക് കെയർ, ലവ് യു.